സുരക്ഷിതമായ ഒരു ബാല്യം അവർക്ക് നൽകുക എന്നുള്ളത് രക്ഷിതാക്കളുടെ എന്നതുപോലെ തന്നെ ഈ സമൂഹത്തിന്റെയും ഭരണകൂടത്തിന്റെയും കൂടി ഉത്തരവാദിത്തമാണ്. അവൻ ഒരു കുഞ്ഞല്ലേ, സാരമില്ല, അത്രയൊക്കെ മതി. പലപ്പോഴും കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പലരും പുലർത്തുന്ന ഈ നിസ്സാര മനോഭാവം പക്ഷേ നമ്മുടെ ഭരണഘടനയ്ക്കില്ല. അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞുങ്ങളുടെ സുരക്ഷിതമായ ഭാവിക്കു വേണ്ടി വിപുലമായ ഉത്തരവാദിത്തങ്ങൾ സർക്കാരുകളിൽ ഭരണഘടന നിഷിദ്ധമാക്കിയിരിക്കുന്നത്. നാളെയുടെ ഭാവിയായി മുന്നോട്ടു പോകേണ്ട കുട്ടികളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി നിരവധി നിയമനിർമ്മാണങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട്. 1986 ബാലവേല തടയൽ നിയമം, 2009 സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന നിയമം, 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം, 2015 ബാലനീതി നിയമം എന്നിവയാണ് കുട്ടികളുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള പ്രധാന നിയമങ്ങൾ. ഭരണഘടന പൗരന് ഉറപ്പു നൽകുന്ന എല്ലാ മൗലിക അവകാശങ്ങളും കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. ഇതിനു പുറമെയാണ് സുരക്ഷിതത്വവും സന്തോഷകരവുമായ ബാല്യം ഉറപ്പുവരുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി മറ്റു നിയമനിർമ്മാണങ്ങൾ കൂടി നടത്തിയിട്ടുള്ളത്. 1. ബാലവേല നിരോധന നിയമം. 14 വയസ്സോ അതിനു താഴെയോ പ്രായമുള്ള കുട്ടികളെ അപകടകരമായ ജോലിയെടുപ്പിക്കുന്നതും സാമ്പത്തിക ലാഭം മുൻനിർത്തിയുള്ള ജോലികളിൽ ഏർപ്പെടുപ്പിക്കുന്നതും നിയമം മൂലം നിരോധിച്ചിരിക്കുന്നു. അപകടകരമായ തൊഴിലുകളുടെ കൃത്യമായ വിവരണം തന്നെ നിയമത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. 6 മാസം മുതൽ 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമായി ഇത് കണക്കാക്കുന്നു. 2. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന നിയമം. ഭരണഘടനയുടെ 86ാമത് ഭേദഗതി പ്രകാരമാണ് 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നുള്ളത് കുട്ടികളുടെ അവകാശമായി ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഭരണഘടനയുടെ അനുച്ഛേദം 21 പ്രകാരം കുട്ടികൾക്ക് വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറി. 3. പോസ്കോ ആക്ട്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനും കുറ്റവാളികളെ ശിക്ഷിക്കുന്നതിനും ഇരയാകുന്ന കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്നതിനും വേണ്ടിയുള്ള അതിപ്രധാനമായ നിയമനിർമ്മാണമാണ് പോസ്കോ ആക്ട്. ഇത് പ്രകാരം കുറ്റകൃത്യം അറിഞ്ഞ വ്യക്തി അത് കൃത്യമായി അധികൃതരിലേക്ക് എത്തിക്കാതിരിക്കുന്നത് പോലും 6 മാസം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമായിട്ടാണ് കണക്കാക്കുന്നത്. പോസ്കോ കേസുകൾ പ്രത്യേക കോടതിയിൽ സ്ഥാപിച്ചുകൊണ്ടുപോലും കൈകാര്യം ചെയ്യാൻ നിയമത്തിൽ പരാമർശിക്കുന്നുണ്ട്. കുട്ടികളുടെ സ്വകാര്യത യാതൊരു നിലക്കും ലംഘിക്കപ്പെടാത്ത രീതിയിൽ ആയിരിക്കണം കേസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ടു പോകേണ്ടത്. 4. ബാലനീതി നിയമം. രാജ്യത്ത് നിലവിലുള്ള കുട്ടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ നിന്നുകൊണ്ട് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സുരക്ഷിതമായ ബാല്യം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തിൽ സർക്കാർ നടപ്പിലാക്കിയ നിയമമാണ് ബാലനീതി നിയമം. നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടി, ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടി എന്നിങ്ങനെ കുട്ടികളെ 2ആയി തരംതിരിച്ച് ഏറ്റവും അനുയോജ്യമായ സേവനം കുട്ടികൾക്ക് ലഭ്യമാക്കുന്നതിനു വേണ്ടിയാണ് ബാലനീതി നിയമം നടപ്പിലാക്കിയത്. നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികൾ എന്നുള്ളത് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനാണ്. ഇത് പ്രകാരം നിലവിൽ വന്നതാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്. കുട്ടികൾ കുറ്റവാളികളായി വരുന്ന കേസുകളിൽ കൃത്യമായി ഇവരുടെ പുനരധിവാസവും ശിക്ഷാ കാലയളവും ഏത് രീതിയിൽ ആയിരിക്കണമെന്ന് ബാലനീതി നിയമപ്രകാരം വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. നിരവധിയായ നിയമങ്ങൾ നിലവിലുണ്ടെങ്കിലും കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ അവസാനിക്കുന്നില്ല. സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം പൗരബോധമുള്ള സമൂഹം കൂടി ഉണ്ടായാൽ മാത്രമേ നാളെയുടെ തലമുറക്ക് വെളിച്ചമാകേണ്ട കുട്ടികൾക്ക് സംരക്ഷണമൊരുക്കാൻ സാധിക്കുകയുള്ളൂ.